അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരായ അധ്യാപകരുൾപ്പെടെയുള്ള മുഴുവൻ കുറ്റവാളികളെയും ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജബീന ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫാത്തിമ തഹാനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സഹൽ അഷ്റഫ്, സയ്യിദ് ടി കെ എന്നിവർ സംസാരിച്ചു. ജവഹർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് റിദാൽ സിറാജ്, മർവ കവാഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സമരക്കാരെ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരത്തിന് ശേഷം മുദ്രാവാക്യം മുഴക്കിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നമുക്കറിയാം, അവർക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഹപാഠികൾക്ക് മേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ട്. എന്നിട്ടും ആ സഹപാഠികൾ പറയുന്നു, ഞങ്ങൾ ഈ വെള്ള ഡ്രസ്സിന് ശരീരത്തിലിടണമെങ്കിൽ നിതിൻ രാജിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള അധ്യാപകരെ പിടിക്കണമെന്ന് ആ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുന്ന ആ കുട്ടികൾ ധൈര്യപൂർവ്വം എഴുന്നേറ്റ് ഇവിടെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സമരം നടത്തുന്നത്. എന്നാൽ നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ സിസ്റ്റത്തിന് അത് ഇനിയും ബോധ്യമായിട്ടില്ല. ഇനിയും എത്ര നിതിൻ രാജുമാർ കൊല ചെയ്യപ്പെട്ടാലാണ് നമ്മുടെ സിസ്റ്റത്തിന് ബോധ്യം വരിക? കഴിഞ്ഞ ദിവസം നിതിൻ രാജിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുമ്പോ സഖാവ് എം എ ബേബി പറയുന്ന നമ്മളൊക്കെ കേട്ടു, രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കണം. ആരാണ് പറയുന്നത്? 10 വർഷം കേരളം ഭരിച്ച LDF സർക്കാരിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് പറയുന്നത് രോഹിത് വെമുല ആക്ട് കേരളത്തിൽ നടപ്പിലാക്കണമെന്ന്. നാണമുണ്ടോ പറയാനെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. 10 വർഷം ഭരണം കൈയാളിയിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്, 2004 രജനി സാനന്ദിന്റെ കൊലപാതകം നടന്നപ്പോ, ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡർ തന്നെയാണല്ലോ, ആ കൊലപാതകം നടന്നപ്പോ വലിയ ഘോഷത്തോടുകൂടി കേരളത്തിൽ LDF സർക്കാർ കാലിദ് കമ്മീഷൻ എടുത്തിരുന്നു. ആ കാലിദ് കമ്മീഷൻ കൃത്യമായിട്ട് 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ദലിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച്, ജാതി വിവേചനങ്ങളെ കുറിച്ച്